നമസ്കാരം. ഇന്ന് കർക്കിടക മാസത്തിലെ അമാവാസി ദിനമായ കർക്കിടക വാവ് ദിവസം. നമ്മെ വിട്ടു പിരിഞ്ഞുപോയ ആത്മാക്കളെ ഓർമ്മിക്കാനും അവർക്ക് നിത്യശാന്തി നൽകാനും വേണ്ടി ബലിതർപ്പണം നടത്തുന്ന ദിനം. ഇതിന്റെ ഭാഗമായി മീൻമുട്ടി അയ്യപ്പക്ഷേത്ര സന്നിധിയിൽ നൂറുകണക്കിന് പേരെത്തി ബലിതർപ്പണം നടത്തി. ജലം നമഃ, പുഷ്പം നമഃ, ധൂപം നമഃ, ദീപം നമഃ, ഗന്ധം നമഃ. ഇന്ന് കർക്കിടക വാവ്. കേരളത്തിലെ ക്ഷേത്രങ്ങളും കടൽ തീരങ്ങളുമെല്ലാം പിതൃതർപ്പണം നടത്തുന്ന ദിനം. കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്മരിക്കുന്നതിനും അവരുടെ ആത്മാവിന് നിത്യശാന്തി നൽകുവാൻ സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളോട് പ്രാർത്ഥിച്ച് മരണപ്പെട്ടു പോയവർക്ക് പിണ്ടസമർപ്പണം നടത്തി ആത്മാക്കളെ തൃപ്തിപ്പെടുത്തി മോക്ഷപ്രാപ്തിയിലെത്തിക്കുന്ന ദിനം കൂടിയാണ് കർക്കിടക മാസത്തിലെ അമാവാസി ദിനം. ഇതിന്റെ ഭാഗമായി കുമ്പിൾ ഗ്രാമപഞ്ചായത്തിലെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായ മീൻമുട്ടി അയ്യപ്പ ക്ഷേത്രത്തിലും ആയിരക്കണക്കിന് ഭക്തരെത്തി പിതൃതർപ്പണം നടത്തി. ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കാണ് അമാവാസി ആരംഭിക്കുന്നതെങ്കിലും ഇന്ന് രാവിലെ 8 മണി മുതൽ തന്നെ തർപ്പണ ചടങ്ങുകൾ നടന്നു. മനോഹരമായ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിന്റെ ചാരുതയിൽ ഭക്തർ പിണ്ടസമർപ്പണം നടത്തി പിതൃക്കൾക്ക് നിത്യശാന്തി നേർന്ന് പ്രാർത്ഥിച്ചു. എത്ര മണി തുടങ്ങി? 4 മണി വെളുപ്പിനെ. എത്ര മണി വരെ ഉണ്ട്? 4 മണി വരെ ഏകദേശം പ്രതീക്ഷിക്കാം. വൈകുന്നേരം. അത് കർക്കിടക വാവ് ആരംഭിക്കുന്നത് 6 മണിക്ക് ആരംഭിക്കുന്നത് പിന്നെ 3 മണിക്ക് ശേഷം എന്നാണ് ഇവർ പറയുന്നത്. വാവ് നാളത്തേക്കാണ് പിന്നെ അടയാളപ്പെടുത്തിയത്. പക്ഷെ വാവിന്റെ അവധി ഇന്നത്തേക്കാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വാവ് തുടങ്ങാം. പക്ഷെ അത് ഉച്ചയ്ക്ക് ശേഷം ആരും അങ്ങനെ ബലിയിടുന്ന ഒരു പതിവില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ രാവിലെ തന്നെ ജ്യോതിഷരെ വിളിച്ച് ചോദിച്ചപ്പോഴും പറഞ്ഞത് രാവിലെ ബലിയിടാം എന്നാണ് പറഞ്ഞത്.